എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണിത്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതാണ്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് UP സ്ക്രാപ്സ് ടെൻഡർ വിത്ത് ലോവസ്റ്റ് ബിഡ് ബൈ അദാനി ഫേം. അപ്പോൾ ഇതിൽ ഉത്തർപ്രദേശ് ഗവൺമെൻറ് അവരുമായിട്ട് അദാനി ഗ്രൂപ്പുമായിട്ട് വിളിച്ച് എഗ്രിമെൻ്റ് ഉണ്ടായ ഒരു ടെൻഡർ ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഇൻ എ ജോൾ ടു ദ അദാനി ഗ്രൂപ്പ്, ദ BJP ഗവൺമെൻറ് ഇൻ ഉത്തർപ്രദേശ് സ്ക്രാപ്ഡ് എ കോൺട്രാക്ട് വർത്ത് 5,400 crore for the supply of 7.5 million smart meters to state power utility മധ്യാഞ്ചൽ വിദ്യുത് വിതരൺ നിഗം ലിമിറ്റഡ്. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് മീറ്റേഴ്സ് സപ്ലൈ ചെയ്യുന്ന 7,500 കോടിയുടെ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർസിൻ്റെ വാല്യൂ താഴെ പോകുന്നതുമായി ബന്ധപ്പെട്ട ഷെയർ വാല്യൂസ് താഴെ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഷെയർ വാല്യൂസ് വളരെയധികം താഴെ പോയി. എന്താണ് കാരണം? ഇവരുടെ അക്കൗണ്ടിങ്ങിലും അതുപോലെ തന്നെ മറ്റ് കമ്പനിയുടെ അഫയേഴ്സിലും മിസ്അപ്രോപ്രിയേഷൻ ഉണ്ട്, തിരിമറികളും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഏത് റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടാണ്, റിസർച്ച് റിപ്പോർട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് കാരണമാണ് പെട്ടെന്ന് ഇവരുടെ സ്റ്റോക്ക് വാല്യൂസ് താഴെ പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്റ്റോക്സും ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ഏതാണ്? സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓവർ 2,600 കിൽഡസ് ടർക്കി സിറിയ റീൽ അണ്ടർ എർത്ത് ക്വേക്സ്. അപ്പോൾ ഭൂചലനം ഉണ്ടായിട്ട് ടർക്കിയിലും സിറിയയിലും ഒരുപാട് മരണങ്ങൾ, 2,600-ലധികം മരണങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു. റിച്ചർ സ്കെയിലിൽ എത്രയാണ്? 7.8 രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7.8 റിച്ചർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എർത്ത് ക്വേക്സ്, ഭൂചലനങ്ങളുടെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കുന്ന ഒരു സ്കെയിലാണ്, ഒരു ഇവാലുവേഷൻ സ്കെയിലാണ് ഇത് റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത്. ടൂളാണ് റിച്ചർ സ്കെയിൽ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്. UP പവർ യൂട്ടിലിറ്റി സ്ക്രാപ്സ് ടെൻഡർ ഇൻ വിച്ച് അദാനി എൻറ്റിറ്റി ബിഡ് ലോവസ്റ്റ്. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് മധ്യാഞ്ചൽ വിദ്യുത് വിതരൺ നിഗം ലിമിറ്റഡാണ് 5,400 കോടിയുടെ ഈ കരാറ് വേണ്ടാന്ന് വെച്ചു. അടുത്തത് എഡിറ്റോറിയലിൻ്റെ ഡിസ്കഷനാണ്. പഞ്ചറിങ് ടൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടൈസ് എപ്പോഴും, അതായത് ബന്ധം എപ്പോഴും, ടൈസ് എന്ന് ഉദ്ദേശിക്കുന്ന ബന്ധമാണ്. അപ്പോൾ ബന്ധം എപ്പോഴും രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ട്. അത് ഏറ്റവും മോശം അവസ്ഥയിലാണ് ഈ പറയുന്ന USA അതുപോലെ തന്നെ റഷ്യ, USA ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളിലല്ല. കാരണം കോൾഡ് വാറിന് ശേഷം ഈ പറഞ്ഞ താരിഫ് അതുപോലെ തന്നെ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി ഇവർ രണ്ട് രാജ്യങ്ങൾ തമ്മിലും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വഷളാക്കുന്ന രീതിയിൽ വീണ്ടും ഒരു കാര്യം നടന്നിരിക്കുകയാണ്. US എയർ സ്പേസിൽ ഒരു ചൈനീസ് ബലൂൺ കണ്ടിട്ട് അതൊരു അതൊരു ചാരപ്രവർത്തികൾക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഷൂട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് USA. അപ്പോൾ ഈ ഒരു ബലൂൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വളരെയധികം വലിയ ചർച്ചാ വിഷയമാണ്. കാരണം US ചൈന ടൈസ് വീണ്ടും വഷളാവുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അക്യൂസേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രൊട്ടസ്റ്റും ചൈന നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു മെറ്റീരിയോളജിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ആകാശത്തുണ്ടായിരുന്നത്, ഡ്രിഫ്റ്റ് ചെയ്ത് പോയതാണെന്നൊക്കെയാണ് ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശരി, ഇവരുടെ തമ്മിലുള്ള റിലേഷൻസ്, ഡിപ്ലോമാറ്റിക് ടൈസ് ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്. കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ അക്യൂസേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ എക്കോണമിനെ കുറിച്ചാണ് അടുത്ത വ്യൂ എന്ന് പറയുന്നത്. പാകിസ്ഥാൻസ് എക്കോണമി ക്രംബിൾസ്, ഫോറക്സ് ഫോൾസ്, ഇൻഫ്ലേഷൻ സോഴ്സ്, വൈഡ് സ്പ്രെഡ് ബ്ലാക്ക് ഔട്ട്സ്, റൺഅവേ ഇൻഫ്ലേഷൻ, ഡിപ്രിഷിയേറ്റിംഗ് കറൻസി ആൻഡ് പ്ലമറ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പ്ലേഗ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഹൈ ഇൻഫ്ലേഷനാണ്, റൺഅവേ ഇൻഫ്ലേഷൻ ഒരു പെർസെൻറ്റേജ് വരെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 2 to 6% ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്. അപ്പോൾ 6% വരെ റോബസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്തും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ജനറൽ റൈസ് ഓഫ് പ്രൈസ് എന്നാണല്ലോ ഇൻഫ്ലേഷൻ്റെ അർത്ഥം. അതായത് സാധാരണഗതിയിലുള്ള വില കൂടുതൽ, സാധനങ്ങളുടെയും ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസിൻ്റെയും വില കൂടുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുക, പണപ്പെരുപ്പം എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് ഒരു മൈൽഡ് ഇൻഫ്ലേഷൻ എപ്പോഴും നല്ലതാണെന്ന് പറയും. ഒരു 6% ഇൻഫ്ലേഷൻ എപ്പോഴും നല്ലതാണെന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞ് 10% മുകളിലുള്ള കൂടിയ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് എക്കോണമീനെ ബാധിക്കും. അത് ഗ്രോത്തിനെ സ്റ്റാഗ്നേറ്റ് ചെയ്യിപ്പിക്കും, വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനൊരവസ്ഥയാണ്
പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാനിന് വളരെയധികം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് താഴെ പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു എക്കോണമിക് സ്റ്റെബിലിറ്റീനെ തന്നെ ബാധിക്കുന്ന, ഒരു സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് പാകിസ്ഥാൻ്റെ എക്കോണമിയിലുള്ളത്. അദാനി ഗ്രൂപ്പിൻ്റെ ഈ പറയുന്ന സ്റ്റോക്സ് വാല്യൂ താഴെ പോയി എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലൊക്കെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഒരു ഷെയർ ഉണ്ട്. അപ്പോൾ അവർ LIC ആണെങ്കിലും അതുപോലെ തന്നെ LICക്കും അതുപോലെ തന്നെ SBIക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ ലോൺ എക്സ്പോഷറൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് പറയുന്നത്. പാർലമെൻറ്റിൽ ഒരു വ്യക്തമായ ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഓപ്പോസിഷൻസ് കോൾ ഫോർ JPC probe കണ്ടിന്യൂസ് ടു സ്റ്റോൾ പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ബാക്കിയുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ, ടേക്ക് കെയർ.